നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നന്നായി. എന്തെങ്കിലും ഒന്ന് കുടിക്കണമെന്ന് ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ. അവിടെ കിടന്ന് വായിട്ടലിച്ച് എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റിപ്പോയി. ഇതെന്ത് പറ്റി പെട്ടെന്നൊരുമ്മ? സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് എന്തിനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഓരോ ഉമ്മയ്ക്കും 1000 മടങ്ങ് മധുരമായനെ. ഇന്ന് ബുദ്ധിപൂർവം ചിന്തിച്ച് കൃത്യസമയത്ത് എന്നെ രക്ഷിച്ചതിനുള്ള ഉമ്മയാണ്. ശിവാനി കിച്ചണിലോട്ട് വന്നപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. ഗൗതം വന്ന് വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എല്ലാവരുടെയും മുമ്പില് ഞാൻ തെറ്റുകാരിയായി നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഈ തലയിലെ ബുദ്ധി, ദീർഘവീക്ഷണം, അതാണ് എന്നെ രക്ഷിച്ചത്. അത് ബുദ്ധി കൊണ്ടൊന്നുമല്ല. എന്റെ പെണ്ണിനൊരു ആപത്ത് വരുന്നെന്നും തോന്നിയാൽ അപ്പൊ എനിക്ക് 6th സെൻസ് വരും. പോയി അവളെ രക്ഷിക്കുന്നുള്ള നിർദ്ദേശവും തരും. 6th സെൻസ് ആയാലും ശരി, 7th സെൻസ് ആയാലും ശരി, സംഗതി പൊളിച്ചു. സത്യം പറഞ്ഞ ഞാൻ ശരിക്കും പേടിച്ചുപോയി. അവള് കിച്ചണിലോട്ട് വന്ന് കാര്യം പറയുന്നതിനിടയില് കത്തിയെടുത്ത് കൈ അങ്ങ് മുറിച്ചു കളഞ്ഞില്ലേ? എന്ത് ചെയ്യണോന്ന് അറിയാതായി പോയി ഞാൻ. എന്നാലും എന്നെ അത്രയും ടെൻഷനിലാക്കണ്ടായിരുന്നു. വീഡിയോ എടുത്തത് കയ്യിലുണ്ടെന്ന് ആദ്യമേ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്ന് ഉരുകേണ്ടി വരുമായിരുന്നോ? അങ്ങനെ പറയാൻ പറ്റില്ല. അതെന്താ? ഞാൻ ആദ്യമേ തന്നെ ആ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് നിന്നോട് പറഞ്ഞാൽ നിനക്ക് യാതൊരു ടെൻഷനും ഇല്ലാതാവില്ലേ? ആ സമയത്ത് അത്രയും ടെൻഷൻ ആയില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോ 2 കവളിലും ഈ മുത്തം കിട്ടുമായിരുന്നോ? ഓ, അപ്പോ അതാണ് കാര്യം. ബുദ്ധി ഭാര്യ രക്ഷിക്കുന്നതിൽ മാത്രമല്ല, ഭാര്യയുടെ മുത്തം വാങ്ങിക്കുന്നതിലും ഉണ്ട്. അതെ, തൊണ്ട വരണ്ടിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ആ ജ്യൂസ് അങ്ങോട്ട് കുടിച്ചാട്ടെ. ഇനിയിപ്പോ ജ്യൂസ് ഒന്നും വേണമെന്നില്ല. ഉമ്മ കിട്ടിയപ്പോ തന്നെ എന്റെ പാതി ദാഹവും മാറി. ഓ, അപ്പോ ബാക്കി പാതിക്ക് എന്ത് ചെയ്യും? ഒരു 2 ഉമ്മ കൂടെ തന്നാല് ബാക്കി ദാഹവും മാറും. ഇനി അങ്ങനെ ഉമ്മ തരാനൊന്നും പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്റെ ഇന്നത്തെ ഈ സന്തോഷത്തിന് ഇന്ന് ഗൗതമിന് അൺലിമിറ്റഡ് ഉമ്മകളാ. എന്റെ മുന്നിൽ നിൽക്കാൻ പോലും നാണമാവുന്നുണ്ട് നിനക്കല്ലേ? ഒളിച്ചിരുന്ന് വീഡിയോ എടുത്ത് പരസ്യമായിട്ട് എല്ലാവരെയും കാണിച്ച് നിന്നെ നാണം കെടുത്തണമെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ആ വീഡിയോ എടുത്തപ്പോ നിന്നെ അത് തനിച്ച് വിളിച്ചൊന്ന് കാണിച്ച് മേലിൽ ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് വാൺ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. പക്ഷേ ആ പഴി നീ നിധിയുടെ മണ്ടയിൽ ചാരിയപ്പോ, അതിന് CKCയും കൂട്ടുപിടിച്ചപ്പോ പിന്നെ എനിക്ക് അതല്ലാതെ വേറെ വഴിയില്ലാതായി. അല്ലാതെ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? നോക്ക് ശിവാനി, ഇതോടെ നിന്റെ ഇത്തരം വൃത്തികെട്ട കളികൾ നീ നിർത്തിക്കൂ. ഇനിയും നിധിയുടെ പുറകെ നടന്ന് അവളെ ബുദ്ധിമുട്ടിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നോക്ക്, ഈ ഗൗതം ആരാണെന്ന് നീ ശരിക്കും അറിയും. എന്തിനാ നീ നോക്കുന്നത്? നീ ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി ഞാൻ പുറത്തു പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഈ വീട്ടിൽ നിന്ന് ആദ്യം നിന്നെ അടിച്ചിറക്കുന്നത് എന്റെ അനിയൻ പ്രണവായിരിക്കും. നിധിയോടുള്ള വൈരാഗ്യം തീർക്കാൻ അവളെ കൊല്ലാൻ പോലും പ്ലാൻ ചെയ്തവളല്ലേ നീ? കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിട്ടത് നീയാണെന്ന് എനിക്കറിയില്ല എന്നാണോ നീ കരുതിയിരിക്കുന്നത്?
നിന്റെ ആ പ്ലാൻ എങ്ങാനും സക്സസ് ആയിരുന്നെങ്കിൽ ഇന്ന് നിധി ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു. എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാ അതൊരു ചെറിയ അപകടമായിട്ട് ഒഴിഞ്ഞു പോയത്. എന്റെ സ്ഥാനത്ത് നിധിയായിരുന്നെങ്കിലോ എന്ത് സംഭവിക്കായിരുന്നു? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ സത്യമായിട്ട് ശിവാനി നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിച്ചേനെ. കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിട്ട് ഒരേ വീട്ടിൽ കൂടപ്പിറപ്പിനെ പോലെ കഴിയുന്ന ഒരാളിനെ കൊല്ലാനും വേണ്ടി വൃത്തികെട്ടവളായി പോയിലോടി നീ. ഇല്ല ഗൗതം, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കള്ളം പറയുന്നോടി. നിന്നെ ഉണ്ടല്ലോ. അത് ചെയ്തത് നീ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണ് നീ. അതെനിക്ക് നേരത്തെ മനസ്സിലായതാ. അതുകൊണ്ട് മാത്രമാണ് നിധിയുടെ പിന്നാലെ നീ കിച്ചണിലേക്ക് പോയപ്പോ എനിക്കതിൽ അപകടം മണത്തത്. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നീ വിളിച്ചു വരുത്തിയ മെക്കാനിക്കിനെ കണ്ടുപിടിക്കാനോ അവനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് നീയാണത് ചെയ്യിപ്പിച്ചെന്ന് പറയിപ്പിക്കാനോ എനിക്കധികം സമയമൊന്നും വേണ്ട. അത് ഞാൻ ചെയ്താൽ കൊലപാതക ശ്രമമായിരിക്കും നിന്റെ പേരിൽ ചാർജ് ചെയ്യുന്ന കേസ്. ഇപ്പൊ നിന്റെ വാക്കുകൾക്ക് റാമോളി നിൽക്കുന്ന നിന്റെ പ്രണവില്ലേ, അവനായിരിക്കും ആദ്യം നിന്നെ ചെരുപ്പൂരി അടിക്കാൻ പോകുന്നത്. അവൻ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി വലിച്ചു പൊട്ടിച്ച് ദൂരെ എറിയും. പിന്നെ നീ ഈശ്വരമംഗലത്ത് കഴിയില്ല. കൊലപാതക ശ്രമത്തിന് ജയിലിലായിരിക്കും താമസിക്കുന്നത്. കുബുദ്ധിയും കുതന്ത്രവും കൊണ്ട് നീ എന്റെ അനിയനെ എന്തായാലും കൊണ്ടുചെന്ന് ചതിക്കുഴിയിൽ വീഴ്ത്തി. ഈ വീട്ടിലെ മരുമകളായിട്ട് വന്ന് കയറുകയും ചെയ്തു. അതെന്തോ ആയിക്കോട്ടെ, മുന്നിൽ തുറന്നു കിട്ടിയ ഒരു വഴി സ്വന്തം സ്വഭാവ ദൂഷ്യം കൊണ്ട് അടയ്ക്കാൻ നോക്കരുത് ശിവാനി. അതല്ല, ഇനിയും നിധിക്കെതിരെ തിരിയാനാണ് ഉദ്ദേശമെങ്കിൽ, നിധിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ, സത്യമായിട്ട് ശിവാനി നീ എന്റെ തനി സ്വരൂപം കാണും. ഇത് നിനക്ക് തരുന്ന അവസാനത്തെ വാണിങ്ങാ. ഇനി നീ ഈ വീട്ടിൽ ചലിച്ചാൽ ഓർമ്മ വെച്ചോ നീ. കയറി വാ. ഇരിക്കൂ. സുഖായിരിക്കുന്നോ? അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴുള്ള ഈ തിരിച്ചുവരവിന്റെ ഉദ്ദേശം എന്താണ്? ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് തിരികെ വരണമെങ്കിൽ അതിന് ഒരൊറ്റ ഉദ്ദേശമല്ലേ കാണൂ. എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം ജോത്സ്യരെ. ഏതു മോന്റെ കാര്യ നിർമ്മല ഉദ്ദേശിച്ചത്? ജോത്സ്യരെന്താ അങ്ങനെ ചോദിച്ചേ? എനിക്ക് കാണേണ്ടത് ഞാൻ നൊന്ത് പ്രസവിച്ച് എന്റെ മകൻ ഗൗതമിനെയാ. ഗൗതമോ? ഈ പേര് നിർമ്മല എങ്ങനെ അറിഞ്ഞു? ഞാൻ കാരുണ്യയിൽ പോയിരുന്നു. അറിഞ്ഞത് അവിടുന്നാ. അപ്പോ ശേഷിക്കുന്ന കാര്യങ്ങളും അറിഞ്ഞു കാണല്ലോ അല്ലേ? എന്റെ മോനെ വളർത്തിയത് പാർവതിയാണെന്നറിഞ്ഞു. എന്നിട്ട് നേരെ പാർവതിയുടെ അടുത്തേക്ക് പോയോ? ഇല്ല, അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ ജോത്സ്യരുടെ അടുത്തേക്ക് വന്നത്. വർഷം 10-30 കഴിഞ്ഞു. ഓരോരുത്തരുടെയും ജീവിതം തന്നെ മാറി മറിഞ്ഞു. ഇനി എന്തിനാ നിർമ്മല അതൊക്കെ?
നൊന്തു പ്രസവിച്ചു എന്ന് പറയുമ്പോഴും അതിലൊരു കുഴപ്പമുണ്ട്. അതോടെ കടമ കഴിഞ്ഞു എന്ന് ചിന്തിച്ചു പോയവളല്ലേ നീ?